ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഇന്നത്തെ ഗൈഡൻസ് എന്താണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? Ten of coins. The wheel of fortune. Moon. Two of swords. Two of cups. Nine of cups. ബോട്ടം വന്നിട്ടുള്ളത് സിക്സ് ഓഫ് വാൻസ്. വിക്ടറി ആൻഡ് സക്സസ് ആണ്. പൂർണ്ണമായും ഒരു വിജയം ആഘോഷിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നിങ്ങളെന്നാണ് കാണുന്നത്. കാത്തിരുന്ന ഒരു വിജയം, അതൊരു യാത്രയാകാം, നിങ്ങൾ എഴുതിയ ഒരു എക്സാമിൻ്റെ റിസൾട്ടാകാം. ഇത് ഒരു അനൗൺസ്മെൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളൊരു അറിയിപ്പ്. ചിലപ്പം നിങ്ങൾ വിസയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാകാം, നിങ്ങൾ എക്സാം എഴുതിയ അതാകാം. അങ്ങനെ ഉള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ വിക്ടറി ആൻഡ് സക്സസ് ആണ്. ഒരു യാത്ര പോകാനുള്ളൊരു എനർജി ഉണ്ട് ഇതിനകത്ത്. നിങ്ങളൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പായിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു യാത്ര നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ഒരു ഗ്രേറ്റ് ഹാപ്പിനെസ് മാത്രമല്ല, പുതിയ വഴികൾ തുറക്കുന്നു. ഇപ്പം നമ്മൾ കുറേ പ്രശ്നങ്ങളിൽ മൂഡ് ഓഫ് ആയിരുന്ന ആൾക്കാർ, നിങ്ങൾക്ക് പുതിയൊരു വഴി തുറന്നു തരുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും, മുന്നോട്ടുള്ള ഒരു ജീവിതം നല്ലതായിരിക്കും, എനിക്ക് പ്രതീക്ഷയോടെ പോകുന്നു എന്നുള്ളൊരു ആ പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്കും കൂടെ ചെയ്യുക. അപ്പോൾ അങ്ങനെ അത്രയും നല്ല രീതിയിലൊരു ഒരു ന്യൂസ് ഇന്നത്തെ ദിവസം വരാൻ, അല്ലെങ്കിൽ പ്രതീക്ഷ വരാൻ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ആദ്യം തന്നെ വന്നത് 10 of coins-ന്റെ എനർജിയാണ്. അപ്പോൾ സമ്പൽ സമൃദ്ധിയാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കുറേ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ഒന്ന് കണക്റ്റായി വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഇപ്പോൾ ഒരു വീട് പണിയൊക്കെ തുടങ്ങണം എന്നുള്ള ആഗ്രഹിച്ച ആൾക്കാർക്ക് വീടിൻ്റെ പ്ലാൻ വരയ്ക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സ്ഥലം വാങ്ങുമോ ഒക്കെ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. മാത്രമല്ല ഒരു ലക്ഷറിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് നിങ്ങളെന്നാണ് കാണുന്നത്. ചീപ്നെസ്സിൽ സെറ്റിൽ ചെയ്യാതിരിക്കുക. നമ്മൾ എപ്പോഴും എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളിലും ജീവിക്കാനുള്ള അനുഗ്രഹമുണ്ട്. അപ്പം അതെപ്പോഴും മനസ്സിൽ നമ്മൾ വിചാരിക്കണം അങ്ങനെ ഉണ്ട് എന്ന്. അല്ലാതെ നമ്മൾ ഇപ്പോഴത്തെ കാലമല്ല, കുറച്ച് കാലം മുന്നേ കഴിഞ്ഞ തലമുറ എങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും ജീവിച്ചിരുന്നത്? അവർ കുറേ പൈസ ഉണ്ടാക്കും, ആ പൈസ പൂഴ്ത്തി വെക്കും, എന്നിട്ട് ദരിദ്രരെ പോലെ ജീവിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ കണ്ടിട്ടുണ്ട്. പൈസ ഉപയോഗിക്കാതെ ജീവിതം വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആൾക്കാർ. നമ്മളിൽ പൈസ ഉണ്ട്, പക്ഷെ നമ്മൾ ബുദ്ധിമുട്ടി ജീവിക്കുള്ളൂ. അത് ഓരോരുത്തരുടെ യോഗമാണ്. ഇപ്പോൾ ഉള്ള ആൾക്കാരങ്ങനെയല്ല. കുറേ ബോധമുണ്ട് എല്ലാവർക്കും. നമുക്ക് തന്നെ ഇതൊക്കെ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു ബോധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം മാക്സിമം ഈ ഒരു ലൈഫാണ് നമ്മളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മാക്സിമം നമ്മളുടെ സോളിനെ സന്തോഷിപ്പിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ലതായിട്ട് ജീവിക്കുക, എല്ലാ സുഖസൗകര്യങ്ങളും നമുക്ക് അനുഭവിക്കണം എന്ന ആ ഒരു കാര്യം നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എനിക്ക് എല്ലാ കാര്യങ്ങളും അനുഭവിക്കണം. അപ്പം നല്ല വീടോ നല്ല വണ്ടിയോ നല്ല സുഖസൗകര്യങ്ങളോ ഒക്കെ നമുക്ക് അനുഭവിക്കാനുള്ള എക്സ്പീരിയൻസ്, അങ്ങനെ ഉള്ള യോഗമുള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പം നമ്മളുടെ മനസ്സ് കൊണ്ടത് ഉണ്ടാക്കുക. അത് എല്ലാ കാര്യങ്ങളും ആദ്യം ഉണ്ടാകണത് മനസ്സിലാണെന്ന് മനസ്സിലാക്കുക. അത് നമ്മൾ അറിയുക. എന്ത് കാര്യവും ആദ്യം നമ്മളുടെ മനസ്സുകൊണ്ട് ക്രിയേറ്റ് ചെയ്യണം, പിന്നെ അത് പ്രാവർത്തികമാകും. അപ്പം നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ, വലിയ സ്വപ്നങ്ങൾ ഉണ്ടാക്കണം. ഇതിനകത്ത്
കുറേ ആഭരണങ്ങളുണ്ട്. ഇപ്പം ഹസ്ബൻഡും വൈഫുമായിട്ട് നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്ന, സമൃദ്ധിയിലിരിക്കുന്ന ഒരു ഫോട്ടോയുണ്ട്. കുറേ പെൻഡക്കിൾസ് ഉണ്ട്. നമ്മളെ ഏറ്റവും നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്യുന്നൊരു ഇതാണ്. അപ്പോൾ നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം വലിയ ഫ്രെയിമിൽ കാണാൻ ശ്രമിക്കുക. നമ്മൾ ചെറുതായിട്ടൊന്നും സ്വപ്നം കാണണ്ട. നിങ്ങൾക്ക് അത് സംഭവിക്കും എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കാനുള്ള യോഗമുണ്ട്. പക്ഷെ അത് വേണോ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് സൗഭാഗ്യവും സമ്പത്ത് സമൃദ്ധിയൊക്കെ നമ്മളിലേക്ക് വരുന്നുണ്ട്. സമയവും നന്നാവുന്നുണ്ട്. ഈ ഒരു സമയം നമുക്ക് അനുകൂലമാണ്. എല്ലാ കാര്യങ്ങളും അനുകൂലമാണ്. അപ്പോൾ ആ അനുകൂലമായ സമയം നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യണത് എന്ന് കൂടി ദൈവം നോക്കും. കാരണം ഇതിനകത്ത് 2 സോഴ്സ് മൂൺ കാർഡ് വന്നിട്ടുണ്ട്. മനസ്സിനെ അലട്ടുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട് ഈ ഒരു സമയം. നിങ്ങൾ അത് അങ്ങനെ മനസ്സിനെ വെറുതെ ഇങ്ങനെ അലഞ്ഞു തിരിയാൻ വിടുന്നു എന്നുള്ളതാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാതെ മനസ്സിനെ അങ്ങ് അലഞ്ഞു തിരിയാൻ വിടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളത് ഒഴിവാക്കുക. അങ്ങനെയുള്ള കാര്യം നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ മൂണെന്ന് പറയുന്നത് ഹിഡൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കും. നമ്മളുടെ മനസ്സ് തന്നെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും. അത്രയൊന്നും പറ്റൂല, അതൊന്നും നടക്കൂല എന്നൊക്കെ നമ്മളുടെ മനസ്സ് നമ്മളെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അതിനൊന്ന് നിരീക്ഷിച്ചാൽ മാത്രം മതി. അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതിനാണ് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയുന്നത്, പ്രാണായാമം ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങൾ പ്രാണായാമം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുക. കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് പ്രാണായാമം ചെയ്ത് ഒരു 10 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് മെഡിറ്റേഷൻ ചെയ്താൽ മതി. അത്രയും ആയാലും മതി. തുടക്കം ആയിട്ടുള്ള ആൾക്കാർക്ക് അതും മതി. ബാക്കി ഒരു പ്രാർത്ഥനയും കൂടെ ഒരു 15 മിനിറ്റ്സ് എങ്കിലും പ്രാർത്ഥന. അപ്പോൾ ഒരു അരമണിക്കൂർ നമ്മൾ ഒരു ദിവസം നമ്മളുടെ സോളിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുക. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ലെവൽ വളരെ വലുതായിരിക്കും. കാരണം നമുക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും, നമുക്കെല്ലാം ചെയ്യാൻ പറ്റും, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ അട്രാക്ട് ചെയ്തെടുക്കാൻ എനിക്ക് പറ്റും. പിന്നെ നമ്മളുടെ കർമ്മ കൂടി ശുദ്ധീകരിച്ചാൽ മതി. വീൽ ഓഫ് ഫോർച്യൂൺ അങ്ങനെയാണ്. നമ്മളുടെ കർമ്മയാണ്, കാലമാണ് വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പം നമ്മൾ ചെയ്തിരുന്ന നല്ല കാര്യങ്ങൾ അതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ പറ്റും. നമ്മൾ അടുത്ത ജന്മം വരെയൊന്നും അത് കാത്തിരിക്കണ്ട കേട്ടോ. അതും കൂടെ മനസ്സിലാക്കുക. നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഒരുപാട് കഷ്ടത വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്ന് തീരുമെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഈ ജന്മത്തിൽ തന്നെ തീരും. പിന്നെ നമ്മൾ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ചെയ്ത കർമ്മത്തിന്റെ കടങ്ങളുണ്ടാകാം. ആ കടങ്ങൾ തീർക്കണം എന്തായാലും. അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് മനസ്സിനെയും കൂടെ പഠിപ്പിക്കണം പോസിറ്റീവായിട്ടിരിക്കുകയാണ്. എത്ര മോശം അവസ്ഥയിലും ഞാൻ പോസിറ്റീവായിട്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ സമാധാനം കണ്ടെത്തും, ഇതൊക്കെ മാറിപ്പോകും എന്നുള്ളൊരു ചിന്ത നമ്മളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് 10 ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. രണ്ടും കൂടി ആയി കഴിയുമ്പം നമുക്ക് ഒരുപാട് സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സമൃദ്ധി നമുക്ക് എന്നെ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് ഭാഗ്യാനുകൂലമാണ്. എല്ലാ ദിവസവും ഭാഗ്യാനുകൂലം ആവില്ല. കാരണം പ്രപഞ്ചം തന്നെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മൾ അട്രാക്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ ഈ മൂൺ പറയണത് നിങ്ങൾ ഇതിൽ മനസ്സാണ് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കണത്. അത് വേണോ, ഇത് വേണോ, അത് ശരിയാവോ, ഇത് ശരിയാവോ. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയുള്ള ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് ശരിയാവോ, അത് ശരിയാക്കാൻ പറ്റുമോ, എന്നെ കൊണ്ടത് പറ്റുമോ, ഞാൻ വിചാരിക്കുന്നത് നടക്കുമോ, അല്ലെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങൾ ഇങ്ങനെ വയ്ക്കും, ആ പാസ്റ്റിൽ അങ്ങനെ സംഭവിച്ചതല്ലേ, അപ്പോൾ ഈ കാര്യം വീണ്ടും ഇങ്ങനെയല്ലേ സംഭവിക്കാൻ പോണത്. നമ്മളുടെ എക്സ്പീരിയൻസ് ആണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരണം കേട്ടോ. അപ്പം നമ്മളത് ഫിക്സ് ആക്കി വെച്ചൊക്കെയാണ്. നമ്മളെ എക്സ്പീരിയൻസ് നമ്മൾ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നാളെയും അത് തന്നെ സംഭവിക്കുമെന്ന് മനസ്സിരുന്ന് പറഞ്ഞു തരും. അന്നതല്ലേ സംഭവിച്ചത്, അപ്പം ഇന്ന് നാളെ അത് തന്നെ സംഭവിക്കും. നമ്മൾ അതാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. അന്നത് സംഭവിച്ചു, അത് ഫിനിഷായി, എൻ്റെ ഒരു കർമ്മ ഫിനിഷായി. നാളെ അത് സംഭവിക്കണമെന്നില്ല. നമ്മൾ ആ നാളെ പോസിറ്റീവായിട്ട് മാത്രം കാണുക, അത് മാറ്റി വയ്ക്കുക. നമ്മൾ ഇന്നിൽ എന്താണോ ചെയ്യണത് അത് മാത്രം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇതിൽ നിങ്ങൾക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഒരു ഗൈഡൻസ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ഒരു വലിയ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ദൈവം നമുക്കൊരു ഇപ്പം ദൈവത്തിൻ്റെ രൂപത്തിൽ, ദൈവം എന്ന് പറയുന്നത് പല രൂപത്തിൽ നമ്മളിലേക്ക് വരും. ഇതിൽ ഒരു വോൾഫിൻ്റെ എനർജിയൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് ആ ഒരു എനർജി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഇത് പട്ടികളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പം പട്ടികൾ എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷനാണ് കേട്ടോ. കാലഭൈരവൻ്റെ വാഹനമാണ് പട്ടി.
അപ്പോൾ അത് ഭയങ്കര പ്രൊട്ടക്ഷനാണ്. നമുക്ക് നമ്മളോട് ഈ സ്ട്രേ ഡോഗ്സ് ഒക്കെ ഒരുപാട് അടുപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആ ഒരു പ്രൊട്ടക്ഷനിലാണെന്ന് മനസ്സിലാക്കുക. പട്ടികൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഇഷ്ടപ്പെടാൻ പറ്റണം കേട്ടോ. നമുക്ക് അതൊക്കെ ബ്ലോക്കാണ്. പട്ടിയെ ഇഷ്ടമില്ല എന്ന് പറയുന്നത് ബ്ലോക്കാണ്. അതൊരു പ്രൊട്ടക്ഷൻ്റെ എനർജി. ആ പ്രൊട്ടക്ഷനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്, ഇഷ്ടപ്പെടാൻ പറ്റില്ല. അപ്പോൾ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റെമഡി എന്താണെന്ന് എനിക്ക് പറയാനും പറ്റണില്ല. പക്ഷേ നമ്മൾ ഈ ജീവികളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ആ ബ്ലോക്ക് ഇല്ലാതെ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന സമയമാണ് നമുക്ക് ഇവരോടൊക്കെ ഒരു ഇഷ്ടം തോന്നും. നമുക്ക് ചിലപ്പോൾ അതുവരെ തോന്നാത്തൊരിഷ്ടം തോന്നും. പാസ്റ്റിൽ നമുക്ക് ഇവരെയൊന്നും ഇഷ്ടമല്ലെങ്കിലും നമ്മൾ സ്പിരിച്വലായി തുടങ്ങുന്ന സമയത്ത്, നമ്മൾ ഇതുമായിട്ടൊക്കെ കണക്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഒരു വല്ലാത്തൊരിഷ്ടം, സ്നേഹം. അതിന് സ്ട്രേ ഡോഗ്സ് എത്ര വൃത്തിയില്ലാത്ത പട്ടികയിൽ കാണുമ്പോഴും നമുക്കൊരു സ്നേഹം തോന്നും. അതൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ബ്ലെസ്സിങ് ആണ്. കൺഫ്യൂഷൻ്റെ എനർജി വിട്ട് കളയുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്നു, 2 സിറ്റുവേഷനിൽ ജഗിൾ ചെയ്യുന്നു എന്നൊക്കെയാണ്. അപ്പം നിങ്ങൾ അത് കുറേ കാര്യങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലല്ല. ഇത് ഇപ്പോൾ ഇങ്ങനെയാവും എങ്ങനെ, അപ്പം അത് ചിന്തിക്കാതിരിക്കുക. അത് എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം, എൻ്റെ കയ്യിലല്ലാത്ത കാര്യം ഞാൻ ഭഗവാൻ വിട്ടുതരുന്നു, അത് ദൈവം തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ വിട്ടുകൊടുക്കാൻ ശ്രമിക്കുക. 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അപ്പം ഇതിൽ ഒരു റിലേഷൻഷിപ്പിൽ ചില തിരിച്ചറിവുകൾ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത് നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ലെന്നോ, അല്ലെങ്കിൽ അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നോ ഒക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ട ആൾക്കാരാണെന്നോ ഒക്കെ ഉള്ളൊരു ബോധം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധാരണകൾ കൊണ്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് കൺഫ്യൂഷനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള തെറ്റിദ്ധാരണ കൊണ്ട് നിങ്ങളെ വിട്ടുപോയ ആൾക്കാർ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ അവർ നിങ്ങളും ആ കൺഫ്യൂഷനൊക്കെ വിടാൻ ശ്രമിക്കുക. നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക. ഒന്നിനും പല കാര്യങ്ങളും നമ്മുടെ കയ്യിലല്ലാത്ത പല കാര്യങ്ങളുണ്ട്, അത് നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കണം ദൈവത്തിന്. നമുക്ക് ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് അയ്യോ അതങ്ങനെയാവും ഇങ്ങനെയാവും എന്ന് ചിന്തിക്കാതിരിക്കുക. 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഒരുപാട് സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ കാത്തിരിക്കും. നമ്മൾ ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് നമ്മൾ കാത്തിരിക്കുന്ന, ഒരുപാട് സ്നേഹവുമായിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തി നമ്മളുടെ ഇതിലേക്ക് വരാം. അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം ഇന്നത്തെ ദിവസം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ കൺഫ്യൂഷൻ്റെ എനർജി, ഈ ഒരു ഹിഡൻ ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞാൽ, അതൊക്കെ സറണ്ടർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മളുടെ കയ്യിലല്ലാത്ത കാര്യത്തിന്, അല്ലെങ്കിൽ ഈ കുറേ ആൾക്കാർ നമ്മളുടേതല്ലാത്ത തെറ്റിന് ബുദ്ധിമുട്ട്, ശിക്ഷ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടേതല്ലാത്ത തെറ്റ്, പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്യുന്നില്ല, എൻ്റെ തെറ്റല്ല ഇത്, പക്ഷെ ഞാൻ ഇതിന് ശിക്ഷ അനുഭവിക്കുന്നത് എന്തുകൊണ്ട്? അപ്പോൾ അത് സറണ്ടർ ചെയ്ത് കൊടുക്കുക. ദൈവത്തിന് മാത്രമേ അറിയാവൂ. പിന്നെ നിങ്ങളുടേതല്ലാത്ത ഒരു കാര്യം ശരിയാക്കാൻ നിങ്ങൾക്ക് പറ്റൂല, അതും കൂടെ മനസ്സിലാക്കുക. നിങ്ങളുടേതല്ല അത്, അപ്പോൾ നിങ്ങൾക്കത് ശരിയാക്കാനും പറ്റൂല, അതും സറണ്ടർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥന ദൈവം കേൾക്കും. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളൊരു അവസരം ഉണ്ടാകും എന്നാണ് കാണുന്നത്. ഇനി നമുക്ക് സ്റ്റാർട്ട് പോകാം. ഉറക്കിൽ നിന്ന് നമുക്ക് സാധനം ഡിഗ്നിഫൈഡ് ആണ് കാണുന്നത്, സ്ട്രെങ്ത് ആണ്. ഇതിൽ നിങ്ങളുടെ ആ പഴയ പല കാര്യങ്ങളും വിട്ട് നിങ്ങളൊന്ന് മുകളിലേക്ക് പോകേണ്ട ഒരു എനർജിയാണ് കാണുന്നത്. ഇതിനകത്തൊരു ഒരു ഇവിടെയാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. ഒരു സിംഹാസനമാണ് നിങ്ങൾ ഇരിക്കേണ്ട ഒരു ഇരിപ്പിടം. കാരണം നിങ്ങളൊരു സോൾ ലെവലിൽ നിങ്ങൾ ഉയരുന്നു എന്ന് വേണം പറയാൻ പറ്റുന്നത്. അപ്പം നമ്മളതിന് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരെയും ഇമ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കത് പറ്റൂല. നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കണം. നമ്മളുടെ ഡിഗ്നിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ്. നമ്മൾ ആവശ്യമില്ലാത്ത ആൾക്കാരിൽ നിന്നൊക്കെ വിട്ടുപോയി നമ്മളായിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആരെയും പ്ലീസ് ചെയ്യാൻ നോക്കണ്ട. അപ്പോൾ നമ്മളുടെ സെൽഫ് വർത്ത് എന്താണെന്ന് മനസ്സിലാക്കുക. കാരണം നമ്മൾ വെറും സാധാരണ ആണ് എന്നുള്ളൊരു ചിന്ത വേണ്ട. നമ്മൾക്ക് എന്തോ സംതിങ് സ്പെഷ്യലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ നിങ്ങൾ ഒരു റോയലായിട്ടുള്ള ആൾക്കാരാണ്, അല്ല നമുക്ക് സാധാരണക്കാരല്ല, റോയലായിട്ടുള്ളൊരു സോളാണ് നിങ്ങൾ എന്നുള്ളൊരു തോന്നൽ. അത് തോന്നൽ മാത്രമല്ല, തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ
ആ ലെവലിൽ മാത്രം ചിന്തിക്കാതിരിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചീപ്നെസ്സിൽ സെറ്റിൽ ചെയ്യാതിരിക്കുക. നമുക്ക് വളരെ വലിയ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നത്തിലേക്കുള്ള വഴികൾ നമ്മളുടെ മുന്നിലുണ്ട്. നമ്മളവിടെ പോയാൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇന്നത്തെ ദിവസം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്, ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.